മനുഷ്യന് ഭയജനകമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരം കണ്ടു പിരിയുന്ന സുഹൃത്തുക്കളെ രാവിലെ ശവപ്പെട്ടിക്കകത്ത് കാണേണ്ട സ്ഥിതിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ആനയായിട്ടും പുലിയായിട്ടും ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. என்னாகும் ஏதானு நேற்று சாயங்காலம் 7 மணிக்கு சொன்னாங்க. என் பையன் வந்து சொன்னான், அம்மா சர்ச்சுக்கிட்ட ஆனை இருக்கு, மனோஜ் அண்ணா விட்டுட்டேன்னு. പരിക്ക് ആന തട്ടിയിട്ട് കൊമ്പ് കയറി ആ ഒരൊറ്റ ഒച്ച അത്രേ ഉള്ളൂ. ആന പോവും ചെയ്യും. ആന ഒരു കൊക്കല് കൊക്കി, ഒരു കൊക്കല് മാത്രം. ഒരു കൊക്കലും കേട്ടു, ഇവന്റെ ഒരു കരച്ചിലും കേട്ടു. അത്രേ ഉള്ളൂ. രാവിലെ എണീച്ച് കാണുന്നതും ഞങ്ങൾ ആനയെ കാണുന്നത്. അതേമാതിരി വൈകിട്ട് പണിയിട്ട് വരുമ്പോഴും ഞങ്ങൾ ആനപ്പോൾ ഒപ്പം തന്നെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു സേഫ്റ്റി പറയുന്ന സാധനം ഇവിടെ ഇല്ല. ഇപ്പോൾ ഒരു പറയുന്ന ഓർഡർ എന്താ വെച്ചാൽ 7 മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഓല അറിയില്ല. ഇതാണ് ഫോറസ്റ്റുകാരൊക്കെ പറച്ചിൽ. അപ്പോൾ 6-7 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ കയറണത് എങ്ങനെ നടക്കും? ഒരു സുഖമില്ലാത്ത മനസ്സിലെ നമ്മൾ കൊണ്ടുപോണ്ടേ. ഫോറസ്റ്റുമാർ വിളിക്കുമ്പോൾ അവർ ചിലപ്പം വരും, ചിലപ്പം വന്നിട്ട് പറയും ഞങ്ങൾ വരുന്നുണ്ട് അറിയാം, അല്ലെങ്കിൽ പറയും ഞങ്ങൾ അവിടെ ആട്ടുകയാണ് ഇവിടെ ആട്ടുകയാണ്, അങ്ങനെ പറഞ്ഞ് ഇതാക്കും. ഇന്നലെ വന്നത് പറഞ്ഞാൽ ഇന്നലെ ആന മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എത്തി. ആന തട്ടി എന്ന് പറഞ്ഞപ്പോൾ വേഗം അവർ വണ്ടിയിട്ട് വേഗം വന്നു. അത് ഞാൻ വാതിൽ തുറന്നിട്ട് പുറത്ത് നോക്കിയതാ. തുമ്പിക്കൈ ഉള്ളിലിട്ട്, തുമ്പിക്കൈയിൽ ഉള്ളിലിട്ട് ഞാൻ പുറകോട്ട് മറിഞ്ഞു. 3 പല്ല് അങ്ങനെ പോയതാ. കാരണം അത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞാൽ വട്ടം കിട്ടിയാനല്ലേ. നമസ്കാരം. ഞാനിന്നുള്ളത് തമിഴ്നാട് നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ബിദർക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ രാത്രി, അതായത് ഇന്നലെ രാത്രി, ഞാനിപ്പോൾ സംസാരിക്കുന്ന തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ച രാത്രി ജോയ് എന്ന് പേരുള്ള ഒരു സഹോദരനെ കാട്ടാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. നീൽഗിരിസ് ഡിസ്ട്രിക്റ്റിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ പന്തല്ലൂർ, ദേവർശോല, നെല്ലാക്കോട്ടൈ, ഗൂഡല്ലൂർ പ്രദേശങ്ങളിലെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാട്ടാനശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഏതായാലും കഴിഞ്ഞ രാത്രി വീണ്ടും ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നിരവധി എപ്പിസോഡ് ഈ ഒരു പ്രദേശങ്ങളിലെ, അതായത് നീലഗിരീസ് ഡിസ്ട്രിക്റ്റിലെ പല ഭാഗങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാട്ടാനശല്യത്തിൻ്റെ എക്സ്ട്രീമിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണിതെല്ലാം. ഭാവിയിൽ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ കാട്ടാനശല്യമുള്ള പ്രദേശങ്ങളൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിരുന്നു. ഏതായാലും ആളുകൾ മരിക്കുന്ന ഇപ്പോൾ ഒരു പുതിയ സംഭവമേ അല്ലാതായി മാറിയിരിക്കുകയാണ്. വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. നമ്മളിനി കാണാൻ പോകുന്നത് ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ പോവുകയാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ചറിയാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏതായാലും ബോഡി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുള്ളൂ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:30 ഈ ഒരു സംഭവം നടന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ആളുകളെല്ലാം ആ ഒരു വീട്ടിലേക്ക് പോകുന്ന ആളുകളാണ് കേട്ടോ. ഇന്ന് ബിദർക്കാട് ടൗണിൽ, ബിദർക്കാട് എന്ന് പറയുന്നത് ബത്തേരിയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോകുന്ന വഴി പാട്ടവയൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് ബിദർക്കാട് എന്ന് പറയുന്നത്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഉള്ളിലേക്കാണ് ഈ ഒരു റോഡ് പോകുന്നത്. ഏതായാലും നമുക്കിനി ആ ഒരു വീട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടും ഈ ഒരു പ്രദേശത്താണ്. ഇവിടെ നിരവധി ആളുകൾ കൂടിയിട്ടുണ്ട്, പോലീസുകാരുണ്ട്, കടയും കാര്യങ്ങളൊക്കെ അവധിയാണ്. ബിദർക്കാട് ടൗണിൽ നിന്ന് ഒരു 1 കിലോമീറ്ററോളം നമുക്ക് ഈ ഒരു പ്രദേശത്തേക്ക് വരാനുണ്ട്. അതുപോലെ നമുക്ക് ഈ പ്രദേശമൊക്കെ നോക്കി കാണാൻ തികഞ്ഞ ജനവാസ മേഖലയാണ്. ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറ സൈഡുകളിലൊക്കെ പ്ലാന്റേഷൻ തോട്ടങ്ങളാണ്. തേയില, കാപ്പിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ നോക്കിയാൽ എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. പക്ഷേ ഇവിടെ സ്ഥിരം ആന ഇറങ്ങുന്നൊരു പ്രദേശമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മൃതദേഹമായിട്ട് വന്ന ആംബുലൻസാണ് ഈ കിടക്കുന്നത്. ഇവിടെയൊക്കെ വീടുകളുള്ള പ്രദേശം കേട്ടോ. വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് സംഭവം നടന്നതെന്ന് പറയുന്നത്.
ഇങ്ങോട്ടാ വീടിൻ്റെ പുറസ്ഥലേ ഇതൊക്കെ ആന വിളിച്ചാ അല്ലല്ല ഒരു വീടിൻ്റെ പുറകുവശത്ത് തന്നെയാണ് കേട്ടോ സംഭവം നടന്നിരിക്കുന്നത്. വീടിനോട് തൊട്ട് ചേർന്ന് ഈ ഒരു പ്രദേശത്താണ്. ഇവിടെ അല്ലേ ആന ഇതിലെ വന്നേ പുള്ളി ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്താ അതിലൊരു ചെറിയ വഴി ഇടവഴി അല്ല താമസമുണ്ടോ ആളുകൾ? ഒരു വീട് അവിടെയുണ്ട്, അവർക്ക് പോയതാണ് അല്ല. ആന ഈ ഒരു വഴിക്കാട്ടോ വന്ന് ഇതിലെ നടന്ന് വന്ന പാടുകളും കാര്യങ്ങളൊക്കെ കാണും. ഇതവരുടെ വീടാണ്. വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ വഴിക്കാണ് ആന നടന്ന് ഇറങ്ങിയതും അതുപോലെ തന്നെ തിരിച്ച് കയറി പോയതും. ഇതിൻ്റെ മുകളിലേക്ക് തേയിലയാന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നിന്ന് കറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആന. പൊടിയാണ് കാപ്പിയിലൊക്കെ ഉണ്ടല്ലേ, കാപ്പി പൊടിഞ്ഞല്ലേ, കാപ്പിയിലെ മണ്ണുണ്ട്. ആ മണ്ണ് കാപ്പിയില അതിൻ്റെ മണ്ണുണ്ട് കേട്ടോ. വീട് ഇല്ലാത്ത ആളില്ലാത്ത ആളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ അദ്ദേഹം ഈ ഒരു വഴിക്ക് നടന്ന് പോരുമ്പോഴാണ് ആന മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടി ആന അദ്ദേഹത്തെ കൊമ്പിൽ കുത്തി എടുത്തെറിഞ്ഞു. അതിനുശേഷം അവിടെ നമ്മൾ കണ്ട ആ ഒരു പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തെ കാട്ടാന ചവിട്ടി എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതിന് വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. ഇതിലാണ് ആന ഇറങ്ങി വന്നത്, ഇതിലാണ് അദ്ദേഹം നടന്നു വന്നത്. പേര് മുഹമ്മദ്. മൂപ്പര അയൽവാസിയല്ലേ? അയൽവാസി. ഇത് ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം? ഒരു 7:30 മണി, 7:45 ഉള്ളിൽ സംഭവം കഴിഞ്ഞു. അല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? എങ്ങനെയാണ് അത്? പിന്നെ അവിടുന്ന് അവർ നിലയും വിളിയും കൂട്ടി വീട്ടിൽ നിന്ന് വീട്ടുകാർ. അപ്പോൾ ഇവിടെ ഒരു ആന വേറെ ഉണ്ട്, അതിനെ നോക്കിക്കാൻ 2 ഒന്ന് അതിലേ ഇറങ്ങിയിരിക്കണേ. അതിലിറങ്ങിയ ആനയാണ് ഈ അടിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നുണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്, എല്ലാ ദിവസവും ആന തന്നെ. ഒരു ദിവസം ഇവിടെ സൊയിലല്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിക്കുമോ? ഫോറസ്റ്റുകാർ വിളിക്കുമ്പോൾ അവർ ചിലപ്പം വരും, ചിലപ്പം വന്നിട്ട് പറയും ഞങ്ങൾ വരുന്നുണ്ട് അറിയാം, അല്ലെങ്കിൽ പറയും ഞങ്ങൾ അവിടെ ആട്ടുകയാണ് ഇവിടെ ആട്ടുകയാണ്, അങ്ങനെ പറഞ്ഞ് ഇതാക്കും. ഇന്നലെ വന്നത് പറഞ്ഞാൽ ഇന്നലെ ആന മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എത്തി. ആന തട്ടി എന്ന് പറഞ്ഞപ്പോൾ വേഗം അവർ വണ്ടിയിട്ട് വേഗം വന്നു, അല്ലെങ്കിൽ വരില്ല, വന്ന് എടുത്തിട്ട് പോയി. അല്ലാതെ അവർ വരികയല്ലേ? എല്ലാവരും വരില്ല. ഇതിപ്പോൾ ശരിക്കും എന്തൊക്കെയായിരുന്നു പരിക്ക്? പരിക്ക് ആന തട്ടിയിട്ട് കൊമ്പ് ഇറക്കിയിട്ടുണ്ട്. കൊമ്പ് കയറി. ആ ഒരൊറ്റ അത്രേ ഉള്ളൂ. ആന പോവുകയും ചെയ്തു. ചവിട്ടിയിട്ട് അങ്ങനെയൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. ഇല്ല. അപ്പം തന്നെ അപ്പം തന്നെ ആള് അവിടുന്ന് സ്പോട്ടിൽ പോയി. പിന്നെ പല സമയത്തൊന്നും നമുക്ക് തടുക്കാൻ പറ്റുമോ? അത് തന്നെയല്ല, തടുക്കാനും പാടില്ലല്ലോ. തടുത്ത് കഴിഞ്ഞാൽ ഒരു പറയും ജീവൻ ഉണ്ടായിരുന്നു, കൊണ്ടുപോകാൻ സംഭവിച്ചില്ല, നമ്മളെ പേരിൽ കുറ്റടും. ആ സമയത്ത് എങ്ങനെ ആശുപത്രിയിലേക്ക് എങ്ങനെ കൊണ്ടുപോയി? അപ്പോൾ അവർ ഫോറസ്റ്റുകാർ കൊണ്ടുപോയി. നിങ്ങളിവിടെ ഒത്തിരി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? ഉണ്ട്, നിറയെ വീടുകളുണ്ട്. ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ ആന വരും, എല്ലാ സ്ഥലത്തും കൂടി. ഇവരെ ഒരു സ്ഥലവും ഒഴിവില്ല, ആന വരാത്ത സ്ഥലമല്ല. വീടൊന്നൊരു പ്രശ്നമല്ലേ? ഇവിടെ മുറ്റത്ത് വന്ന് ഈ പ്ലാവ് കുലുക്കും, അതിൻ്റെ താഴെ ആ പ്ലാവ് കുലുക്കും, ആ മാവ് കുലുക്കും, ഇതൊക്കെ തന്നെ. വൈകിട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ
വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കുക നല്ലത്. ആണല്ലേ അഥവാ പെട്ടെന്ന് ആരെങ്കിലും പുതിയൊരാൾ വരികയാണെങ്കിൽ അവർ കുടുങ്ങി പോവുക. ആണല്ലേ കാരണം അറിയില്ലല്ലോ, നമുക്ക് അറിയാം. റോട്ടിലൊക്കെ ഉണ്ടാവും. റോട്ടിലൊക്കെ ഉണ്ടാവും. ആ റോട്ടിൽ കൂടെ പോവുള്ളൂ, കാട്ടിൽ കൂടെ ആന പോവില്ല. മനുഷ്യനെ ഇതിലേ പോകണമെങ്കിൽ അതിലെ ആന വരുള്ളൂ. കുറേ ആന ഉണ്ടല്ലേ? ആന അതന്നെ. അപ്പോൾ ഒന്ന് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെയാണ് ഒന്നാണ് അതിലെ വന്ന ആനയാണ് അടിച്ചിട്ടില്ലേ. ഒരു ആന അപ്പം അവിടെ ഉണ്ട്. രണ്ടും കൊമ്പനാനായിരുന്നു. രണ്ടും കൊമ്പന. ഇതിന് മുന്നേയും ഇത് ആന ആളുകളുടെ നേരെ തിരിയുന്ന ഒരു സാഹചര്യം. ആന അങ്ങനെ ഇവിടെ ഇതിൽ വന്നതിന് ശേഷം അങ്ങനെ തിരിഞ്ഞത് ഇതിലും കണ്ടില്ല. ഇത് എതിർച്ചയിൽ മുട്ടിയതാണ്. അവൻ അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആന ഇവിടുന്ന് അങ്ങനെ പോകണം. ആരാ പറഞ്ഞു ഓടിച്ചു കൊണ്ടിരുന്ന സമയത്താണ് സംഭവിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അത് ഓടിച്ച് അവിടുന്ന് ആനനെ ആട്ടിയിട്ടുണ്ട് മേലെന്ന്. ആ വരെ ആന വന്നതാ. അവിടുന്ന് ഫോറസ്റ്റുകാർ അവിടുന്ന് ഫോറസ്റ്റുമാരാണ് പറഞ്ഞത്, എന്താ ഞാൻ കണ്ടില്ല. അവിടുന്ന് മേലെന്ന് ആട്ടിയിക്കണ ആന അങ്ങനെ താഴേക്ക് വന്ന വരവിലാണ് പിന്നെ കണ്ടു മുട്ടിയിട്ടുള്ളത്. ആ ദേഷ്യത്തിൽ വന്നായിരിക്കും. അങ്ങനെ ആയിരിക്കണം. മൂപ്പർക്ക് വീട്ടിലൊക്കെ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഭാര്യയും 2 മക്കളും. പിള്ളേരൊക്കെ എന്താ ചെയ്യുന്നത്? പിള്ളേര് ഒരാൾ +2 കഴിഞ്ഞിരിക്കുന്നു, പിന്നെ പെൺകുട്ടി +1. ആന ആ സമയത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കുക എല്ലാം ചെയ്തായിരുന്നു. ആന ഒരു കൊക്കല് കൊക്കി, ഒരു കൊക്കല് മാത്രം. ഒരു കൊക്കലും കേട്ടു, ഇവന്റെ ഒരു കരച്ചിലും കേട്ടു. അത്രയോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? ശരിക്കും മനസ്സിലായി. ഞാൻ പെൻ്റെ മുകളിലായിരുന്നു. അവിടെ ആന നോക്കിയിട്ട് ആന വന്നേ. അപ്പൊ തന്നെ അവര് വിളിച്ചു അവിടുന്ന്, കാക്ക ഓടി വരിയെന്ന്. അങ്ങനെ ടോർച്ചെടുത്ത് പോയപ്പോഴത്തേന് സംഗതി കഴിഞ്ഞു. എന്നിട്ട് ആന എങ്ങോട്ടാ താഴേക്കാ പോയതെയോ? അല്ല, നേരെ അങ്ങനെ റോട്ടിൽ അങ്ങനെ അങ്ങോട്ട് പോയി. അതിലെ എങ്ങോട്ടാ ഇറങ്ങിയെന്നേ അറിയില്ല. ആണല്ലേ. ആ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ? അത് കത്തുന്നില്ല. അത് കത്തിന്ന് അവരെന്നെ വന്ന് ഓഫാക്കി. ആരെ? പിന്നെ EB-ക്കാരൻ. അതായത് രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വിളിച്ചൊന്നുമില്ല? അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് രാത്രി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ? ഒന്നുമില്ല. പേരെങ്ങനെയാട്ടാ? എൻ്റെ പേര് ഷാജി. ഈ പ്രദേശം ഇവിടെ തന്നെ താമസിച്ചിട്ട് കുറച്ചപ്പുറം. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ആനയായിട്ടും പുലിയായിട്ടും ഒരു 6 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റില്ല? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ അധികം ഉള്ളത് കൂലിപ്പണിക്കാരാണ്. 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തിക്കൊള്ളണം. അതാണ് ബുദ്ധിമുട്ട്. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്? ഞങ്ങളിവിടെ ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഇവിടെ തന്നെ ആണല്ലേ. 10, 50, 60 കൊല്ലത്തോളം ആയികൾ. പക്ഷേ കാലം കൊണ്ട് ആദ്യമൊന്നും ആന ശല്യം ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 4-5 വർഷം കൊണ്ട് ആനയും കടുവയും നിവൃത്തിയില്ലാതായി. ഇവിടുത്തെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സപ്പോർട്ടൊന്നുമില്ല? സപ്പോർട്ടില്ല. ഇപ്പോൾ ആദ്യമൊക്കെ 2 ലക്ഷം റുപ്യ 3 ലക്ഷം റുപ്യ ആയിരുന്നു. ഇപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം റുപ്യ പൈസ കേസം ഒഴിവാക്കും. അതെ. രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ പോകുമ്പോൾ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരെ കൊണ്ടുപോകാൻ ഒരു ജീപ്പ് വരും. ആ ജീപ്പിൽ കൊണ്ടുപോകും, അതേമാതിരി കൊണ്ടുവന്ന് വിടും. 3:30-4 മണിയാകുമ്പോഴത്തേക്കും മക്കളെ ഇവിടെ കൊണ്ടുവന്ന് വിടും. ഇതുപോലെ ഇതിനു മുന്നേ കാട്ടാനയുടെ പ്രശ്നം ആരെങ്കിലും നേരിട്ടുണ്ടോ? ഈ പ്രദേശത്ത് നേരിട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ തന്നെ ഒരു 3 മാസം മുന്നേ ഞാൻ വീടിന് മുമ്പിൽ ഇങ്ങനെ ടാർപ്പായി കെട്ടിയിരുന്നു. അപ്പോൾ ഈ കെട്ടിയ ടാർപ്പായിൻ്റെ ഒരു കമ്പി പൊട്ടിപ്പോയി. അതിൽ ഞാൻ വാതിൽ തുറന്നിട്ട് പുറത്ത് നോക്കിയതാണ്. തുമ്പിക്കൈ ഉള്ളിലിട്ട്. തുമ്പിക്കൈയിൽ ഉള്ളിലിട്ട് ഞാൻ പുറകോട്ട് മറിഞ്ഞു. 3 പല്ല് അങ്ങനെ പോയതാ? ഒരു പല്ല്, ഇവിടെ 2 പല്ല്. അത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ പിടിച്ചതെങ്കിൽ കഴിഞ്ഞാൽ അട്ടം കിട്ടിയാനല്ലേ. അത് വീട്ടിലേക്ക് കയറി? വീട്ടിലേക്ക് കയറി. വീടിൻ്റെ ഉള്ളിലേക്ക് തുമ്പി. ഇവിടെ മിക്കവാറും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാവില്ല പറയാൻ. പിന്നെ ഇഷ്ടം പോലെ ഇന്നലെ തന്നെ ബൈക്കിന് ഒരു ഭാര്യയും ഭർത്താവും വന്ന് മുമ്പിൽ കുടുങ്ങി പോയി വീണ്. അതും അനുഗ്രഹം കൊണ്ട് കഴിച്ചിലായി. ആണല്ലേ. പൊതുവെ ഇവിടെയുള്ള ആനകളൊക്കെ ഇച്ചിരി വയലൻ്റാന്ന് തോന്നുന്നു. അതെ. കണ്ടമാൻ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പല പ്രാവശ്യം നെല്ലാക്കോട് പിന്നെ നമ്മൾ ബീർക്കാട് ടൗണിൽ കൂടി തന്നെ ഉണ്ടാവും. ഒരു 8 മണി കഴിഞ്ഞാൽ ടൗണിൽ കൂടി തന്നെ. ഇവിടെ നിന്ന് നെല്ലാക്കോട്ടേക്ക് എത്ര ദൂരമുണ്ട്? നെല്ലാക്കോടിക്ക് ഒരു 3.5 കിലോമീറ്റർ. 7 നെല്ലാക്കോടിക്ക് 3.5 കിലോമീറ്റർ. അല്ല, അപ്പം അവിടെ ആ സ്ഥിരം ഇറങ്ങുന്ന ആനകളൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്? ഇന്നലെ ഈ ആന ഇവിടെ വരുമ്പോഴത്തേക്കും 2 ആന നമ്മൾ ബീർക്കാട് പഞ്ചോറായിട്ട് 2 ആന വേറെ ഉണ്ട്. ബീർക്കാട് ടൗണിലുണ്ട്. ഓ, അപ്പോൾ പല സെക്ഷനായിട്ട് ഒത്തിരി ആനകളുണ്ടല്ലേ? ഈ ആന ഏതാന്ന് മനസ്സിലായി? ഇതെന്ന് പറഞ്ഞാൽ ഒരു 1.5 കൊമ്പൻ എന്ന് പറയും. അത് ഭയങ്കര ഡേഞ്ചർ പിടിച്ച ആനയാണ് അല്ലേ. അതായത് കുത്തിക്കഴിഞ്ഞാൽ ഒരു കൊമ്പേ കയറും, ഒരു കൊമ്പ് മുകളിൽ നിൽക്കും. അതാണ് ഒരു നഷ്ടപരിഹാരമൊക്കെ പറഞ്ഞല്ലേ? നഷ്ടപരിഹാരം, പിന്നെ കൊച്ചുങ്ങളുടെ പഠിപ്പ്, പിന്നെ ഒരു വീട് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേച്ചിക്കൊരു ഈ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോണത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് കിട്ടുമോ എന്നറിയില്ല. അതെ. ഇതിന് മുന്നേ ഇങ്ങനെ കിട്ടിയ വാഗ്ദാനങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പം തന്നെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല.
പിന്നെ കുറേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു 50,000 ഉറുപ്പിക കൊടുക്കുമായിരുന്നു. 50,000 ഉറുപ്പിക കൊടുത്ത് ബാക്കി ചെക്ക കൊടുക്കുക. പിന്നെ ആ ചെക്കിന് നടപ്പിച്ച് ചിലപ്പോൾ ഒഴിവാക്കി പോകും. ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ ഇവിടെ ഈ ആന കൊല്ലണത്. ഈ 1-ാം നമ്പർ ഇതേപോലെ തന്നെ മൂപ്പര് വൈകുന്നേരം സാധനം എത്ര നാളായി? അത് ഒരു വർഷമായില്ല. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ദൃശ്യങ്ങൾ പകർത്തിയ CCTV ക്യാമറ ഇതാണ്. ഈ ഒരു കടയിലെ ക്യാമറയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു സ്ഥലമാണിത്. ഇവിടെ നേരെ താഴെ ആ ഒരു ടാങ്കിൻ്റെ അവിടുന്ന് ഉള്ളിലേക്കാണ് ആ ചേട്ടൻ്റെ വീടുള്ളത്. അപ്പോൾ ആന ഈ ഒരു റോട്ടിൽ കൂടെ വന്ന് ഇങ്ങോട്ട് ഈ ഒരു വഴിക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് കേട്ടോ. പേരെങ്ങനെയാ? ജോർജ് വെട്ടിക്കാപ്പറമ്പൻ. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്? മനുഷ്യന് ഭയജനകമായ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. വൈകുന്നേരം കണ്ടു പിരിയുന്ന സുഹൃത്തുക്കളെ രാവിലെ ശവപ്പെട്ടിക്കകത്ത് കാണേണ്ട സ്ഥിതിയാണ്. എന്തിനാണ് കാട്ടുമൃഗങ്ങൾ ഇത്രമാത്രം വളരുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണമില്ലാതെ മൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത്? ഈ നിയമം കാട്ടുനിയമമാണ്, കാട്ടുനീതിയാണ്. രാജ്യത്തെ ജനങ്ങൾ ശക്തമായി ഇതിനെ എതിർക്കുന്നു. പ്രതികരിച്ചാൽ കർശനമായ നിയമം ഞങ്ങളുടെ പേരെ പായും. പ്രതികരിക്കാൻ പോലും കഴിയാതെ ഇപ്പോൾ കയ്യും കാലും കൂച്ചിക്കെട്ടിയിട്ടിട്ട് മ്യൂസിക് പുറപ്പെടുവിച്ചാൽ എന്നിട്ട് ഞങ്ങളോട് നൃത്തം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ നൃത്തം ചെയ്യും? കാരണം ഞങ്ങളെ കയ്യും കാലും ഒന്ന് സ്വതന്ത്രമാക്കി തരിക. ഏത് സമയവും കാട്ടുമൃഗത്തിൻ്റെ കൊമ്പിലോ പല്ലിലോ കോർത്ത് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നും ഞങ്ങളുടെ തലമുറകൾ നശിക്കുമെന്നും പട്ടിണി കിടന്ന് രാജ്യം മുഴുവൻ തെണ്ടേണ്ടി വരുമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഇതിനു മാത്രം വലിയ തെറ്റെന്ത് ചെയ്തു എന്ന് ഭരണാധികാരികൾ പറയണം. ഭരണാധികാരികളെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭീകരമായ ശാപം ഭരിക്കുന്നവൻ ചെയ്യുന്ന വൃത്തികേടുകൾ കാരണം അവരുടെ തലമുറകളെ ബാധിക്കുമെന്ന് ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കാരണം അതാണ് ദൈവം. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം ഇത്തരം ക്രൂരതകൾ നടത്തുന്നവർക്കും നടപ്പാക്കുന്നവർക്കും എതിരെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷേ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈ രാജ്യത്തെ ജനം. അവരെ ശിക്ഷിക്കണമേ എന്നോ അവരെ ദ്രോഹിക്കണമെന്നോ അവരെ കടുവ പിടിക്കണമെന്നോ അവരെ കാട്ടാന പിടിക്കണമോ എന്നൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. അവരെ സംരക്ഷിക്കണമേ ദൈവമേ, അവിടുന്ന് നിങ്ങളുടെ അവരുടെ ഹൃദയത്തിൽ ഇടപെട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അവരുടെ ഹൃദയത്തോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കിലെ ഭൂരിപക്ഷം വരുന്ന ജനവും. ഇത് ഭരണാധികാരികൾ മനസ്സിലാക്കണം. എന്തിനാണ് ഈ ശിക്ഷ കൃഷി ചെയ്യുന്നവന്? രാജ്യത്ത് നടക്കുന്നത് സദ്ഭരണമാണെന്ന് ഞങ്ങളും വിചാരിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് കാശ്മീർ പോലെ ഒറ്റപ്പെട്ടു പോയത് എന്തുകൊണ്ട്? ഇതിന് ഭരണാധികാരികൾ മറുപടി പറയണം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് പറയേണ്ടി വരും. ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ഒതുങ്ങിക്കൂടി നിന്നാലും ഭയപ്പെട്ട് നിന്നാലും നാളെ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറിയിൽ നിങ്ങൾ വിചാരിക്കുന്ന പലതും തകർന്ന് തരിപ്പണമാകുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭരണാധികാരികളെ, അല്പം കരുണ കാണിക്കൂ, അല്പം ദയവ് കാണിക്കൂ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. നമസ്കാരം. എൻ്റെ പേര് ആമനയാണ്. ഞാൻ രാവിലെ കുട്ടികൾക്കൊന്ന് മാർസ് പോകാൻ ഒരു സുഖമില്ലാത്ത മനുഷ്യരെ കൊണ്ടുപോകാനൊന്നും ഞങ്ങൾക്ക് പറ്റണില്ല. ആനൻ്റെ ശല്യം കൊണ്ട് അവർക്ക് മനുഷ്യർക്കൊന്നും പറ്റിയാലും അവർക്കൊന്നും അറിയില്ലല്ലോ. അവർക്ക് മൃഗങ്ങൾക്ക് വല്ലതും പറ്റണുള്ളൂ. പിന്നെ ഇവർക്കത് ഈ മക്കളായിട്ട് പോവുക. സുഖമില്ലാത്ത മനുഷ്യനെ രാത്രി കൊണ്ടുപോകാനും വയ്യ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ?
നിങ്ങൾക്ക് ഈ തേയിലത്തോ ഒക്കെ പണിക്കൊക്കെ പോകുന്ന ആളുകളായിരിക്കും അല്ലേ? ആ പണിക്കോണം. അപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മുന്നേ വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പം പകൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന വയലിൽ കൂടെ പകൽ തന്നെ ആന ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആരോട് പറഞ്ഞാലും അവർക്ക് ആന വരുന്നുണ്ട് പറഞ്ഞാൽ അവർക്കൊരു കൂട്ടുമില്ലല്ലോ. മനുഷ്യർക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല. സുഖമില്ലാത്ത മനുഷ്യനായിട്ട് പോകുമ്പോൾ പറ്റൂല, തിരിച്ച് വീട്ടിൽ തന്നെ പോകണം. രാത്രി ആശുപത്രിക്കൊക്കെ പോകാനൊക്കെ അല്ലേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എൻ്റെ വീട്ടിൽ തന്നെ കുട്ടികളിപ്പോൾ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പം അവർ പറയുന്ന ഓർഡർ എന്താ വെച്ചാൽ 7 മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഓല അറിയില്ലാന്ന്. 7 മണി ആ ഇപ്പോൾ ഇതാണ് ഫോറസ്റ്റുകാരൊക്കെ പറച്ചിൽ. 7 മണി കഴിഞ്ഞാൽ സംഭവിച്ച ആൾക്കറിയത്തില്ല. 7 മണി ആയാലേ ഓൽക്ക് അറിയില്ലാന്ന്. അപ്പം 6-7 മണിയാകുമ്പോഴത്തേന് വീട്ടിൽ കയറണം. അത് എങ്ങനെ നടക്കും? ഒരു സുഖമില്ലാത്ത മനസ്സിലെ നമ്മൾ കൊണ്ടുപോണ്ടേ. 7 മണി കഴിഞ്ഞാൽ നിങ്ങളടുത്ത് പുറത്തിറങ്ങരുത്. ആരും പുറത്തിറങ്ങേണ്ട, വീട്ടിൽ നൊളിയെന്ന്. അതിന് ശേഷം എന്തെങ്കിലും ആയ പോലെ അറിയില്ലാന്ന്. അവർക്ക് ഉത്തരവാദിത്തമില്ല. അങ്ങനെ എന്ത് ചെയ്യും? പിന്നെ അവർക്ക് എന്താ ശരിക്കും 7 മണിക്ക് ശേഷം അവർക്ക് പിന്നെ എന്ത് ഉത്തരവാദിത്തമുള്ള എന്താ? ഓൽക്ക് കടന്നുറക്കെ ഓൽക്ക് പൈസ കിട്ടിയാൽ മതി. നമ്മളല്ലേ പാപങ്ങൾ. ഇവിടുന്നാണ്ട് ഇറങ്ങിയാൽ മുഴുവൻ ആനയാണ്. ഇവരിങ്ങനെ നിയമം കാട്ടി എന്താട്ടാ 7 മണിയുടെ ശേഷം അല്ല ആരും ഉള്ളിൽ വന്നിരുന്നാൽ മതിയോ? ഒരു കുട്ടികൾ പണിക്കോയിട്ട് വേണ്ടേ? അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ലോ. എന്താന്ന് പറയാൻ പറ്റും? സ്വാതന്ത്ര്യമുള്ള രാജ്യത്തല്ലേ ജീവിക്കുന്നത്. സുഖമില്ലാത്തൊരു മനുഷ്യന് ഇപ്പൊ സമയം നോക്കാൻ പറ്റുമോ? അതുപോലെ അറിയില്ല. പുലി പിടിച്ചാലും വേണ്ടില്ല, എന്തായിട്ടാലും വേണ്ടില്ല എന്നൊരു പറഞ്ഞാല് ഒരു പണിക്ക് രാവിലെ ഇറങ്ങാൻ പറ്റൂല, വൈകുന്നേരം പണി ഇട്ട് വരാൻ പറ്റൂല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ചെലവും തന്നെ ഒന്നും വേണ്ട. പക്ഷെ ഇങ്ങനത്തെ ഒരു നിയമം പാസ്സാക്കിയാൽ രോഗം എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പുറത്തിറങ്ങാതെക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അപ്പോൾ അതവിടെ പിന്നെ മൈക്കയിൽ പറയണ്ടായിരുന്നു, നിങ്ങൾ 7 മണി ശേഷം എല്ലാവരും വീട്ടിലിരിക്കണമെന്ന്. ആ പറയുന്ന പോലെ ആരെയും ചെലവ് കൊണ്ട് തരും. അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ ഇങ്ങനെ പറയണ്ടേ. ഇപ്പം മോന് ഇത് ഫോണിൽ നോക്കുമ്പോൾ നിങ്ങൾ കഴിയണത് 7 മണിയാകുമ്പോൾ പുറത്തിറങ്ങരുത്, അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞ മാതിരി നമ്മൾ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരു സുഖമില്ലാത്ത ആൾക്കാർക്ക് ഒരു സമയമുണ്ട് സൂക്കടാകാൻ. അത് കൊണ്ടുപോകണ്ടേ നമ്മൾ. എൻ്റെ പേര് ഷീന. ഞങ്ങൾക്ക് വന്നിട്ട് ആനയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ എണീച്ച് കാണുന്നതും ഞങ്ങൾ ആനയെ കാണുന്നത്. അതേമാതിരി വൈകിട്ട് പണിയിട്ട് വരുമ്പോഴും ഞങ്ങൾ ആനപ്പോൾ ഒപ്പം തന്നെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മക്കൾക്ക് ഒരു സേഫ്റ്റി പറയുന്ന സാധനം ഇവിടെ ഇല്ല. ഞങ്ങൾക്കും ഇല്ല, ഞങ്ങൾ മക്കൾക്കും ഇല്ല. പിന്നെ ആണുങ്ങൾ പുറത്ത് ജോലിക്ക് പോയിട്ട് രാത്രി തിരിച്ചു വരുമ്പോൾ 7 മണി 8 മണിയൊക്കെ ആകും വീട്ടിൽ വരുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാരും ഇവിടെ ഒരു ഉത്തരവാദിത്തം ഇല്ല. ആരാരും നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരിങ്ങനെ ഇങ്ങനെ വന്ന് ചോദിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ആന പിന്നെയും വരും. അതേ ആന തന്നെ പിന്നെ വരികയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി നിങ്ങൾ ചെയ്തു തരണം. കുറേ ആനകൾ ഇവിടെ ഉണ്ട്, 1 2 ഒന്നല്ല, കുറേ ആന ഉണ്ട്. അതിൽ ഏത് ആനയാണ് എന്താ ചെയ്തെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊരു സേഫ്റ്റി ഇല്ല, ഞങ്ങളെ മക്കൾക്കും ഒരു സേഫ്റ്റി ഇല്ല. ഓരോ ദിവസം ഞങ്ങൾ പേടിച്ചാൽ ഉറങ്ങുക. ഇപ്പം ആന വരുമോ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെ ഒരു പേടിയാണ്. ഇപ്പം ഈ ചേച്ചി അത്രയും പാവപ്പെട്ടവരാണ്. അവർക്കിനി ജീവിക്കാനും ഒന്നുമില്ല. അവരെ ഹസ്ബൻഡിന് ഒരു സംരക്ഷണയിലാണ് അവരുള്ളത്. അപ്പം ഹസ്ബൻഡും പോയി കഴിഞ്ഞ് ആ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായിച്ച് തരണം. ആ ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോലി, പിന്നെ ആ ചെക്കനിക്ക് ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുണ്ട്. അവൻ പഠിത്തം കഴിയുമ്പോൾ അവനക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തരണം. പിന്നെ വീട് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒന്ന് തട്ടിയാൽ പൊട്ടിപ്പോകും, അങ്ങനത്തെ ഒരു വീടാണ്. അത്രയും ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. എന്തെങ്കിലും ആന ഇങ്ങോട്ട് வராது എന്തെങ്കിലും நமக்கு ஒரு சேஃப்டி இவர் செய்து தரணும். என் பேர் வசந்தகுமாரி. நாங்கள் காலையிலேயே சாயங்காலமும் ரொம்ப கஷ்டம். வேலைக்கு போகிறதா இருந்தாலும் சரி, வீட்டில் இருந்தாலும் சரி, வெளியில் போனாங்கன்னா எப்போ வீட்டுக்கு வருவாங்க என்ன ஆகும் ஏதானு. நேற்று சாயங்காலம் 7 மணிக்கு சொன்னாங்க. என் பையன் வந்து சொன்னான், அம்மா சர்ச்சுக்கிட்ட ஆன இருக்கு, மனோஜ் அண்ணா விட்டுட்டேன்னு. வந்து கொஞ்ச நேரம் தான் அவங்க அப்பாட்ட சொன்னான், அப்பா நீங்கள் வேலைக்கு போகிறேன்னா போங்க, இல்லாட்டி வீட்டில் இருங்க, ஆனை வந்திருக்குன்னு வந்து சொல்லி கொஞ்ச நேரத்துக்குள்ளே இந்த மாதிரி நடந்துருச்சு. அப்போ நாங்கள் எப்படி நடக்க முடியும்? பிள்ளை குட்டிங்களாம் நம்பி ஒரு டியூஷன் ஸ்கூல் போனால் படிக்கிறதில்ல பிள்ளைங்க, டியூஷனுக்கு அனுப்ப பயம். அப்போ நாங்கள் என்ன பண்ண முடியும்? ஏதாவது ஒரு உதவியோ இல்லாட்டி எங்களுக்கு ஒரு அரஸ்டோட பாதுகாப்பு எங்களுக்கு இந்த மூலையில் போட்டு கொடுங்க, இல்லாட்டி ஒரு யாரத்தோ ஏதாவது ஒன்று போட்டுத்தாங்க. எங்களுக்கு ரொம்ப கஷ்டம். எல்லாம் நல்லா உடம்பு முடியல. எனக்கு 2 பிள்ளைங்க இருக்குது. எங்கள் வீட்டுக்காரர் மட்டும்தான் வேலை செய்கிறாரு. தவளுவான தொந்தரவு. நைட்டானா அவர் நைட்டானா வேலைக்கு போயிடுவாங்க. நான் என் பிள்ளைங்களை வச்சுட்டு தனியாக மட்டும்தான் வீட்டில் இருப்பேன். வெளியில் இறங்க பயம்னா 7 மணி ஆனால் ஆனை வந்துடுது எங்கள் ஊருக்கு. 7 மணிக்கே ஆனை வந்துடுது. இப்போ என்ன பண்ணிட்டோம் நாங்கள்? நீங்கள் எல்லாத்துட்டும் வெண்ணக்கிழங்கு நேற்று 7 மணிக்கெல்லாம் ஆனை வந்துருச்சு. ஆனால் இங்கே வந்தது எப்போ வந்துச்சுன்னா எங்களுக்கே தெரில. கொண்டுட்டு போகும்போது வண்டி சவுண்டு கேட்ட வட்டி தான் எங்களுக்கு தெரியுது. வண்டி வந்ததும் தெரில, போனதும் தெரில. அப்போ தான் சொல்கிறாங்க ஆரம்பிச்சிருச்சுன்னு. இந்த ஊரில் இருக்க எங்களுக்கே தெரில. மற்ற டைமில் இவ்வளோ சீக்கிரம் வரமாட்டாங்க தானே. ஆனால் அடிச்சிருச்சுன்னு சொன்னனால வந்தாங்க, இல்லாட்டி இவ்வளோ சீக்கிரம் யாருமே வரமாட்டாங்க. பேர் சுபைதா.
ഞാൻ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മൾ വീട്ടിൽ ആരുമില്ല, ആൺകുട്ടികളും ഇല്ല, ഭർത്താവും ഇല്ല, ആരുമില്ല. എനിക്ക് 2 പെൺകുട്ടികളെ, 2ആളെയും കെട്ടിച്ച് ഒരു ഉമ്മയാണ്. ഞാൻ ഇന്നലെയൊക്കെ ജോയേട്ടനെ കൊന്നിട്ട് നമ്മളെ വീടിൻ്റെ അടുക്കാണ് നേരെ വന്നത്. ഞാൻ ലാസ്റ്റ് നിഷാദിനെ വിളിച്ച് ഫോറസ്റ്റുകാർ വന്ന് പടക്കം പൊട്ടിച്ചിട്ടാണ് അവർ പോയി. ഇപ്പോൾ അതിൻ്റെ നേരെ ജോയേട്ടൻ്റെ വീടിൻ്റെ നേരെ താഴെ നമ്മളെ വീട്. പിന്നെ രാവിലെ 5 മണിക്കും ഉണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ആന രാത്രി ഓടിച്ചില്ല, ഓടിച്ചിട്ട് പിന്നെയും വന്നു. 5 മണിക്കൊക്കെ നമ്മളവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു സുഖമില്ലെങ്കിലും ഒന്ന് പോകാനോ വരാനോ ഒരു വണ്ടി വരാനോ ഒന്നിനും ഒരു സൗകര്യമല്ല. ഈ ആനനെ പേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വയ്യാതായി നമ്മളവിടെ നമ്മളെ പെരിയിൽ കടന്ന് മരിക്കുക, അത്രയുള്ള അവസ്ഥ. നമ്മളെ ഇത്രയും ജനങ്ങളുണ്ടായിട്ട് നമുക്ക് ഇത്ര കാലം, ഞങ്ങൾ 10-20 വർഷമായി ഇവിടെ വന്നിട്ട് ഇത്ര കാലം ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു 5-6 വർഷം ഇപ്പറാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഏത് പാതിരക്കും ഏത് രാത്രിയിലും എപ്പോഴും ഞങ്ങൾ പോയിരുന്നൊരു സ്ഥലങ്ങളാണ്. ഞങ്ങൾക്ക് ടോർച്ച് വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെയാണ് പോയിരുന്നു. മനസ്സിലായി. ഇന്ന് ടോർച്ച് ഉണ്ടെങ്കിലും 4 ആൾ ഒപ്പുണ്ടെങ്കിലും ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം, ആനനെ മാത്രം ഞങ്ങൾക്കൊന്ന് ഓടിച്ച് കിട്ടിയാൽ മതി, നമുക്കും ജീവിക്കണ്ടേ. അങ്ങനെയുള്ള ഒരു ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിച്ചു തരും. പേര് ചെയ്യാം. ഞാൻ ഒറ്റക്കാണ് വീട്ടിൽ. എൻ്റെ ഭർത്താവ് മരിച്ചിരിക്കണ്. എനിക്ക് 2 പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണ്. പിന്നെ വീട്ടിൻ്റെ മുൻഭാഗത്തു കൂടിയും പിന്നെ ഭാഗത്തു കൂടിയും ആന 6 മണിയായാൽ വരവ് തുടങ്ങി. ഞാൻ അടുത്ത വീട്ടിലാണ് പോയി കിടക്കുന്നത് പേടിച്ചിട്ട്. എനിക്കില്ലേ 2 പെൺകുട്ടികളാണ്. അത്ര ആന ശല്യമായിരിക്കണം. മറ്റ് 10-20 വയസ്സത്തിന് മുന്നേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭയങ്കര ശല്യമാണ്. മരണപ്പെട്ട ജോയിച്ചേട്ടൻ്റെ വീട് ആണ് കാണുന്നത്. അവിടെ നിന്ന് തൊട്ട് താഴേക്കുള്ള ഇപ്പോൾ ആ സംസാരിച്ച ആ ചേച്ചിമാരുടെ വീടിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇതിലൊക്കെ ആന പോകുന്നതാ അല്ലേ? ആന ഇതിലൊക്കെ കയറിയിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ പറമ്പിൽ കൂടെയൊക്കെ, അതായത് ഈ വഴി ഇവർ നടക്കുന്ന വഴിയാണ്, ഇതിലൊക്കെ ആന നടന്നു പോകുന്നത് കേട്ടോ. ഇന്നലെ 7 മണിയായപ്പോഴോ? ഓ, ഇതിൽ എന്നിട്ട് മുകളിലേക്ക് കയറും. അങ്ങനെ പോകുന്നതാണ്. ഓഹോ, ഇവിടെ നിന്നൊക്കെ മുന്നേ വന്നു കഴിഞ്ഞാൽ ഓടാൻ പോലും പറ്റൂല. ഇത് ഇന്നലത്തേത് ഈ ചവിട്ട്? ഇതൊക്കെ ആന ചവിട്ടിയിരിക്കുന്ന കേട്ടോ. വേണ്ട ചവിട്ടി. ഓ, ഇതൊക്കെ പഠിച്ചാലേ. ഇതിലല്ലേ അങ്ങോട്ട് പോയി? അതാ അതിലങ്ങോട്ട് വരും. ഓ ഇല്ലേ, അതിലങ്ങനെ വരും അല്ലേ? അതിലങ്ങനെ വരും. പിന്നെ താഴേക്ക് പോയാൽ കാണുന്നില്ല ഞങ്ങൾക്ക് ശരിക്ക്. ഇവിടെയൊക്കെ വീടുകളുള്ള കേട്ടോ. ഈ ഒരു ചെരുവാണ്. ആ ചെരുവിൽ താഴേക്കൊക്കെ ഓരോ സ്ഥലത്തും വീടുകളുള്ളതാണ്. പക്ഷേ ഇതിങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു രീതി മനസ്സിലായതുണ്ടോ. മൊത്തം തേയിലത്തോട്ടമാണ്. ഇതിൽ ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത്? ഞാൻ കാട്ടിത്തരാ. അതിലാ വരുന്നത്? വന്ന വഴി നോക്കി, വന്ന വഴി കാണാം. ആ, എന്നാൽ വന്ന വഴി നിന്ന് കണ്ടിട്ട് ആ. ഓഹോ, അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ മാത്രം എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ആന വരുന്ന ആ ഒരു സ്ഥലവും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ മനസ്സിലാവുന്നില്ല. അതൊക്കെ വീടല്ലേ അത്? അതെ അല്ലേ? വീടുകൾ ഈ ഒരു കുന്നിലേ ഉള്ളൂ അല്ലേ? ആ, ഇത് ആന കയറി പോന്നാ? ഓഹോ, ഇതിൽ കയറി പോന്നല്ലേ? ശരിക്കും ഇവിടുന്ന് ഏത് ഭാഗത്താണ് വരുന്നത്? ഇത് ഇന്നലെ ചവിട്ടി പോയതല്ലേ? ഈ താത്താന്റെ വീട് ഇതാണ്. നമ്മളെ വീട്ടിലാണ് താത്ത വന്ന് കിടക്കുന്നത്. അത് അവിടേക്ക് എത്തുമ്പോൾ കാണിച്ചു തരാം. ഇതിലൊക്കെ ആന വരും. ഇതിലൊക്കെ നല്ല ചവിട്ടി കയറി പോയതല്ലേ? ഈ വീട്ടിലാണ് കേട്ടോ ഇവർ താമസിക്കുന്നത്. ഇതിലൊക്കെ കയറാൻ മുറ്റത്ത് കയറും. ഇതാ അയിലങ്ങോട്ട് വരും. അയിലങ്ങോട്ട് വന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഇതിലും വരും. മുറ്റത്ത് ഇറങ്ങൂല്ലേ? എല്ലാം ഇറങ്ങുവേ. മുറ്റത്ത് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ടോ? വീടിനൊക്കെ കേടുപാറ്റി പറ്റിയ? മുറ്റത്തോടെ ഇങ്ങനെ പോകുന്നത്? ഒരു പ്ലാവിന്റെ ചോട്ടിൽ വന്ന ആന കാട്ടുന്നത് അക്രമം ഒന്ന് കാണാനും വേണം. ഈ പ്ലാവാ? ഈ പ്ലാവല്ല, അതിന്റെ മുകളിൽ ആ ചക്ക നിൽക്കണ പ്ലാവ്, അത് അതിന്റെ ചോട്ടിലൊക്കെ ആന കാട്ടിയ കണ്ടങ്ങൾ അത്ഭുതപ്പെടും. എങ്ങനെ മണി വീട്ടിൽ ഞാൻ വിശ്വസിച്ച് ഒറ്റക്ക് കിടക്കുക?
ഇത് ഉമ്മയുടെ വീടല്ലേ? ഞാൻ ഒറ്റക്ക് ഇതിലെങ്ങനെ കിടക്കുക? വീട്ടിൽ തന്നെയാണ്, പണിക്കൊന്നും പോകാനൊന്നും കഴിയൂല. അപ്പോൾ താത്തൻ്റെ അടുത്തേക്കാണ് കിടക്കാൻ വരിക. രാത്രി മൂപ്പര് കരയുന്ന ഒച്ചയൊക്കെ കേട്ടില്ല? എല്ലാം കേട്ടു. മൂപ്പര് കരയണോ അയ്യോ എന്ന് പറയണോ കൂക്കണോ എല്ലാം ഞങ്ങൾ കേൾക്കണം. നമ്മളതിൻ്റെ തൊട്ട വീടാണ്. പക്ഷെ നമ്മളെ വീടിന്റെ നേരെ മുകളിലാണ് ഇന്നലെ സംഭവിച്ചത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ, ആനല്ലേ. വേറെ എന്തേലും ആണെന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്തേലും ഇങ്ങനെ വിളിക്കുന്ന കേൾക്കുമ്പോഴല്ലേ ഒന്ന് സഹായിക്കാൻ ഓടി ചെല്ലാൻ പോലും അല്ലേ? കാപ്പിച്ചോടിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തിരിച്ചില് തിരിഞ്ഞ് നമ്മളെ പെരണ്ടയിലാണ്ട് വന്നിട്ട് ഒരു വരവ് ആണല്ലേ. അവിടെ നേരെ നിങ്ങളുടെ താഴെ വീട്ടിലേക്ക് നടക്കി നമ്മള് വീട് കൂടെ വന്ന താത്ത അതില് വന്നിട്ട് വരുമ്പോ ആ മിരിക്ക് നിക്കണ അതിലാ വരുന്നല്ലേ? അവിടേക്കൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടും. എങ്ങനെ അവിടെ ഫോറസ്റ്റ് അവിടെ നിന്നാണ് വരുന്നത്. ഇതൊക്കെ ആന ചവിട്ടി ഉണ്ടാവും. ഇതൊക്കെ ഇതൊക്കെ അതെന്താ ഈ പൊടി കിടക്കുന്ന ഇവിടെ? വളം ഇട്ടതല്ലേ? തേയിലക്കല്ലേ? ഇതിലിറങ്ങാ ഇതാണ് സ്ഥിര താവളം. അതിൻ്റെ ആ മൂച്ചിമ മാങ്ങൊക്കെ തിന്നു. ആണല്ലേ? ഇതുണ്ടോ? അപ്പം ഞങ്ങൾ കുറച്ച് എണ്ണങ്ങൾ മാത്രം ഇവിടെ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. ആന ഈ വഴിക്ക് ഇങ്ങനെയല്ല വരുന്നത്? അത് ഈ വയലിലാണ് നിന്ന് മേയുക. നേരം കണ്ട് കയറി വരും. വൈകിട്ട് 6 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലേ? 6 മണിയാകുമ്പോൾ കാണും. ഇതിലൊക്കെ നിറച്ച് പ്ലാവാണ് എസ്റ്റേറ്റില്. അതിലൊക്കെ ചക്കൊക്കെ തിന്ന് നേരെ വരും മൂപ്പര്. ഈ വഴിക്ക് ഇങ്ങനെ കയറി വരും അല്ലേ? ഇതിലെ വരും. ഇതുണ്ടോ ഈ മൂച്ചിന്റെ ചോട്ടത്തിന്റെ ഒക്കെ ചോട്ട് അതിലേക്ക് വരും അല്ലേ? അത് 3:30 മണിക്ക് വെച്ച് സുഖമില്ലാതായിട്ട് ഞങ്ങൾ എങ്ങനെ ആസ്പത്രിക്ക് ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കണെന്ന് വെച്ചിട്ടാ. ആനനെ പേടിച്ചിട്ട് മരിക്കണേ, പരി കടന്ന് മരിക്കുക. ഇതുണ്ടോ ഇതൊക്കെ ആന വരച്ചേക്കുന്ന കേട്ടോ, മരത്തെ കുറേക്കുള്ള പാട്. ഇറങ്ങിയാലോ അത് അതിന്റെ മുന്നത്തെ വരവിന് ഇറങ്ങിയതാ. ആനയുടെ മുതുകിലെ ചെളിയൊക്കെയാണ് ഇരിക്കുന്നത്. ജോയി എന്ന് പറയുന്ന ആ സഹോദരനെ ആന കൊലപ്പെടുത്തിയതിന് ശേഷം ആന ഇറങ്ങിപ്പോകുന്ന വഴി അല്ലെങ്കിൽ പോയ വഴിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിലൊക്കെ എല്ലാം ചോട്ടിയല്ലേ? അതെ 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 അതെ. ആ മൂച്ചൊക്കെ ഫുള്ള് ഇന്നലെ ഒടിച്ച് തിന്നതാണ്. ചെടിന്റെ മുകളിലൊക്കെ കൊമ്പെടുക്കണേ. ഇന്നലത്തെ അല്ലേ ഇതൊക്കെ? ഒക്കെ ഇന്നലത്തെ. ഇനി രാവിലെ 5 മണിക്കും കൂടെ ഇവിടെയാണ്. ഇവിടെയാ? ഇവിടെ മുമ്പിലാ? മൂച്ചിമ്മല് ഇന്ന് രാവിലെ 5 മണിയായപ്പോൾ ആന ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് രാത്രി ഇവിടുന്നാണ് പടക്കം പൊട്ടിച്ചാണ്ട് ഫോറസ്റ്റുകാർ ആട്ടി വിട്ടത്. ഓഹോ, അതായത് ഇതൊക്കെ ആന ചവിട്ടി നടന്നു പോകുന്ന വഴിയാട്ടോ. അതാ എൻ്റെ തൊട്ട് മുകളിലാണ് ഇവരുടെ വീട് കാണാം. ഈ ഉമ്മയുടെ വീടാണ്. സ്ഥിരം ഇന്ന് രാവിലെയും കൂടെ ആന ഇവരുടെ വീടിൻ്റെ മുമ്പിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഞാൻ പല പ്രാവശ്യം നീലഗിരി ഡിസ്ട്രിക്റ്റിലെ നമുക്ക് ഇതിലാണ് കയറി വന്നിരുന്നു മുറ്റത്ത് കൂടെ. ഇതിലും കയറി പോകുന്നുണ്ട്. അതിലെ കയറി വന്നപ്പോൾ ഈ 2 കമ്പി ഇവിടെ ഇട്ടിട്ട് ഈ ലൈൻ ഇവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ കയറി മാറിയിട്ട് ഇവിടെ കൂടെ പോണത്. ഓ, ഇതിൻ്റെ എന്താ കറണ്ട് ഉണ്ടോ? ഇതിൽ കറണ്ടില്ല, മുള്ളു കമ്പി ആയതുകൊണ്ട്. ഇതിലിപ്പോൾ കിടന്നില്ല, അയിമ തൊടൂല, കറണ്ടില്ല. അല്ല കാരണം വൃത്തിയില്ലാത്തതുകൊണ്ട് മുള്ളു കമ്പി കെട്ടിയേക്കോ കേട്ടോ. ഇപ്പോൾ ആന മുറ്റത്തേക്ക് കയറുന്നില്ലെന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആൾ ഈ മുറ്റത്തൊക്കെ ആന കയറും കേട്ടോ. ഓ, ഇതൊക്കെ ആന ചവിട്ടി കുഴിയായിപ്പോയതാ. പക്ഷെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടാവൂല്ലേ? കുറേ പ്രാവശ്യം ആന വരുമ്പോൾ സോസ് അടക്കും കുടിച്ച് ഞങ്ങൾ ഈ ജീവിക്കണം. ഞങ്ങളെ അവസ്ഥ ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുക. ഇതിൽ വന്നിട്ട് ഇതിൽ വരി ചുമരുമ്പോൾ കൂടെ ചാരിയിട്ടാണ് ആന വരിക. ഇതാണ് ഈ ചുമരുമ്പോൾ കൂടെ ഇങ്ങനെ ചാരിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇതിലിറങ്ങിയിട്ട് ഇതിലിങ്ങനെ ചാരിയിട്ടാണ് ഇവർ ഇതിലെ കൊള്ളാഞ്ഞിട്ട് വറകര പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. എന്നുണ്ടോ ഇതൊക്കെ ഞാൻ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നേരാക്കിച്ചതാ. ഇതൊക്കെ പൊളിക്കൂലേ? ഓരോ ചവിട്ടിന്റെ വലിപ്പം ഇതിലിങ്ങോട്ട് പോകും. എന്തോ ഒരു ഭിത്തിയിലൊക്കെ വരഞ്ഞിങ്ങനെ വരൂലേ? ഇന്നലെ ജോയേട്ടനെ ഇവിടെ ഇട്ടിട്ടാണ് ശരിയാക്കി. തൊട്ട് മുകളിലല്ലേ? ഈ പിലാവിന്റെ കുറച്ചപ്പുറത്ത് കണ്ടോ? അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നല്ലേ? അല്ല, അങ്ങനെ പോയിട്ട് മൂപ്പരപ്പുറത്ത് ഒരു പ്ലാവുണ്ട്, അതിൽ പോയിട്ട് ഇങ്ങനെ വന്നു കൊന്നു കഴിഞ്ഞതിന്റെ ശേഷം. ഇനി ഇവിടെ വരും. ഇതില് വന്നിട്ട് രാത്രി മുകളിലേക്ക് പോയില്ലല്ലോ? ആദ്യത്തെ മാതിരിയാണെങ്കിൽ ഞാൻ പോകും. അപ്പൊ എനിക്ക് സുഖമില്ലാത്ത ഇവരിഞ്ഞ് മേലെ കൂടെ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തരിച്ചിരുന്ന് പോകും. അവർ ഓരോരുത്തരും പറഞ്ഞത് അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ വിഷമങ്ങളും കേട്ടോ. നമ്മൾ കേട്ടോണ്ട് നിൽക്കാനല്ലാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അമ്മാതിരി ഒരു അവസ്ഥ തന്നെയാണ് ഇവരെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ നേരിടുന്നത്. ഇവിടെ മാത്രമല്ല, നീലഗിരീസ് ഡിസ്ട്രിക്റ്റിൻ്റെ പല പ്രദേശങ്ങളിലും ഉള്ള ആളുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ തന്നെ പല എപ്പിസോഡുകളിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ഭീകരമാണെന്നുള്ളത് നമ്മൾ
ഇപ്പോൾ വന്ന് നേരിട്ട് ഉള്ളിലേക്കൊക്കെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഒക്കെ മനസ്സിലാകുന്നത് കേട്ടോ. വല്ലാത്തൊരവസ്ഥ തന്നെ. ഏതായാലും ഒരു ജീവൻ കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും. ഇനി എത്ര ആളുകളുടെ ജീവൻ പോയാലാണ് ഇതിനൊരു അറുതി വരിക എന്ന് മാത്രമേ നമ്മളൊക്കെ ഉറ്റുനോക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വലിയ സങ്കടത്തിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ, മാത്രമല്ല വലിയ ഭയത്തിലുമാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്